എല്ലാവർക്കും ET മലയാളത്തിലേക്ക് സ്വാഗതം. 15,000 രൂപ ഒറ്റ ട്രിപ്പിന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ പറയും പണം കളയാൻ ഓരോരോ വഴികളാണെന്ന്. പക്ഷേ ഈ പുതിയ തലമുറ, ഈ ജെൻസി പിള്ളേരുണ്ടല്ലോ, അവർ ഇത് കാണുന്നത് മറ്റൊരു രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ഈ പൈസ ചിലവാക്കുന്നത് ഒരു ലോസ് ആയിട്ടല്ല, മറിച്ചൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. സംഗതി അത്ര നിസ്സാരമൊന്നുമല്ല. നമ്മൾ പണ്ട് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലെ നമ്പറുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും യാത്രകളെക്കുറിച്ചോ ആഹാരത്തെക്കുറിച്ചോ മാത്രമല്ല, ഇതിന് പിന്നിലെ ആ ഒരു ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. ഇതിനെ ഇപ്പോൾ ലൗഡ് ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇക്കോണമി എന്നൊക്കെ വിളിക്കാം. പേരെന്തും തന്നെ ആകട്ടെ, ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. നമ്മളൊരു 10,000 രൂപ എടുത്തൊരു ഫോൺ വാങ്ങിയാൽ അതിൻ്റെ വാല്യൂ അടുത്ത വർഷം പകുതിയാകും എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു യാത്ര പോയാലോ, അവിടെ കിട്ടുന്ന ഒരു മെൻ്റൽ റീചാർജിങ്, അത് നിങ്ങളുടെ വർക്ക് ക്വാളിറ്റിയെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. പണം ചിലവാക്കുന്നത് ധൂർത്താണോ എന്ന് ചോദിച്ചാൽ അത് എന്തിനു വേണ്ടിയാണ് എന്നതിലാണ് കാര്യം. വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അത് തീർച്ചയായും ധൂർത്താണ്. എന്നാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും അടുത്ത 6 മാസം പണിയെടുക്കാനുള്ള ഒരു എനർജിക്കും വേണ്ടിയാണ് ഈ ട്രിപ്പെങ്കിൽ അതൊരു ക്രോണിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. സ്ട്രെസ് കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിൽ നല്ലതല്ലേ ആ പൈസയ്ക്ക് ഒരു സോളോ ട്രിപ്പോ അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പമോ ഒക്കെ പോകുന്നത്? സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജെൻസി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് കയ്യിലുള്ള അവസാന രൂപയും എടുത്ത് ട്രിപ്പ് പോകണമെന്നാണ്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഈ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബാക്കപ്പിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ ഇത്രയും ഗ്രോ ചെയ്യാൻ കാരണം ഈ ഒരു പുതിയ ചിന്താഗതിയാണ്. ആളുകൾ വസ്തുവകൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ പണ്ടത്തെ കാലത്ത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അരിയുടെയും പഞ്ചസാരയുടെയും ഒക്കെ വില കൂടുന്നതായിരുന്നു. ഇന്ന് ഇൻഫ്ലേഷൻ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ്. ഒരു നല്ല കോഫി കുടിക്കണമെങ്കിൽ ചിലപ്പോൾ 150 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ഒരു വീക്കെൻഡ് ഔട്ടിങ്ങിന് 5,000 രൂപ വേണ്ടി വരും. അപ്പോൾ വരുമാനം കൂടാതെ ഈ ഒരു ശീലം തുടർന്നാൽ അത് കടക്കെണിയിലേക്ക് എത്തിക്കും. ഇതൊരു സീസോ പോലെയാണ്. ഒരു വശത്ത് നിങ്ങളുടെ സന്തോഷം, മറുവശത്ത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ്. ഇത് രണ്ടും ബാലൻസ്ഡ് ആയില്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകും. ഒരൊറ്റ നമ്പർ, നിങ്ങളുടെ മാസ വരുമാനത്തിൻ്റെ 10-15% മാത്രം ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെച്ചാൽ ഈ ലൈഫ് അടിപൊളിയായി കൊണ്ടുപോകാം. അതിനെയാണ് നമ്മൾ സ്മാർട്ട് സ്പെൻഡിങ് എന്ന് വിളിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് സൈക്കിളിൽ കുടുങ്ങിയുള്ള യാത്രകൾ സത്യം പറഞ്ഞാൽ സന്തോഷത്തേക്കാൾ കൂടുതൽ തരിക നമുക്ക് സ്ട്രെസ് ആയിരിക്കും. തിരിച്ചു വരുമ്പോൾ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ആ യാത്ര കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ മെൻ്റൽ വെൽബീയിങ് ആണ്. പണ്ട് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ വരിക എന്നതായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ലാപ്ടോപ്പും ഇൻ്റർനെറ്റും എപ്പോഴും കൂടെയുണ്ട്. ജോലിയിൽ നിന്ന് പൂർണ്ണമായി ഒന്ന് ഡിസ്കണക്റ്റ് ആകണമെങ്കിൽ ശാരീരികമായി തന്നെ ആ ലൊക്കേഷനിൽ നിന്ന് മാറണം. അവിടെയാണ് ഈ ട്രിപ്പുകളുടെയൊക്കെ പ്രസക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വെറും ദൂരത്തായി കാണാൻ കഴിയില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യുമ്പോൾ സ്വർണവും സ്ഥലവും വാങ്ങുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഹെൽത്തും മെൻ്റൽ പീസും. പക്ഷേ ഇതിനൊരു ലിമിറ്റ് വേണം. നമ്മുടെ ഇൻകം സ്ട്രീം നോക്കിയിട്ട് വേണം ചില ചിലവുകൾ തീരുമാനിക്കാൻ. വലിയ തുകകൾ ചിലവാക്കുന്നതിന് മുൻപ് അത് നമ്മുടെ ഫ്യൂച്ചർ ഗോൾസിനെ ബാധിക്കുമോ എന്ന് കൂടി നോക്കണം. ഇതൊരു ഡിസിപ്ലിനാണ്. അടിച്ചു പൊളിക്കാനും ആ ഒരു ഡിസിപ്ലിൻ വേണം. സത്യം പറഞ്ഞാൽ ഇന്ന് ഇൻഫ്ലുവൻസർമാരെ കണ്ട് എല്ലാവരും വണ്ടി എടുത്ത് ട്രിപ്പ് പോകാൻ ഇറങ്ങും. ഇത് പലരും ഒരു ട്രാപ്പിലേക്ക് കൊണ്ടെത്തിക്കും. അവർക്കത് കണ്ടന്റാണ്, ബിസിനസ്സാണ്. നമുക്കത് നമ്മുടെ ഹാർഡ് ഏൺഡ് മണിയാണ്. അതുകൊണ്ട് മറ്റൊരാൾ പോകുന്നത് കണ്ട് നമ്മളും പോകണമെന്ന് വിചാരിക്കരുത്. നമ്മുടെ പോക്കറ്റിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാം. ഒരു ചെറിയ ട്രിപ്പാണെങ്കിലും അത് നൽകുന്ന റിഫ്രഷ്മെൻറ്റ് വലുതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. റിട്ടയർമെൻറ്റിന് വേണ്ടി പണം മാറ്റിവെക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ജീവിക്കാനും പണം കണ്ടെത്തണം. ഇതിനാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. പഴയ തലമുറ എല്ലാം കൂട്ടിവെച്ചു ഒന്നും അനുഭവിച്ചില്ല. പുതിയ തലമുറ എല്ലാം അനുഭവിക്കുന്നു, ഒന്നും കൂട്ടിവെക്കുന്നില്ല. ഈ 2 എക്സ്ട്രീമുകളും ഡേഞ്ചറസ് ആണ്. നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു പാത്താണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളൊരു യാത്ര പോകുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ മാനസിക സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ അതൊരിക്കലും ഒരു വേസ്റ്റ് ഓഫ് മണിയല്ല. പക്ഷെ അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ തകർക്കരുത് എന്ന് മാത്രം. ഈ ഒരു നമ്പർ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. അത്യാവശ്യം ഒരു എമർജൻസി ഫണ്ട് കയ്യിൽ കരുതിയ ശേഷം മാത്രം ഇത്തരം എക്സ്പെൻസുകളിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ. പണം നമ്മളെ സേവിക്കാനായിരിക്കണം. നമ്മൾ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യൂ. പ്രത്യേകിച്ച് എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആ ഗ്രൂപ്പിലേക്ക്. അവർക്കും ഇത് ഉപകാരപ്പെടും. നമുക്ക് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനും പറ്റും.
ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.